രാജു, നീ എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചേ. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു ചേച്ചി. നിനക്കറിയുമോ വൈദ്യുതി എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുക എന്നുള്ളത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ദൂരെ സ്ഥലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉയർന്ന വോൾട്ടേജിലേക്ക് ഉയർത്തപ്പെടുന്നു. അതിനുപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം ട്രാൻസ്മിഷൻ ലൈനുകളിൽ കൂടി നമ്മുടെ വീടിനടുത്തുള്ള സബ്സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. സബ്സ്റ്റേഷനിൽ വച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ചെറിയ വോൾട്ടേജിലേക്ക് വൈദ്യുതി താഴ്ത്തുന്നു. ഈ വൈദ്യുതിയെ വഴിയരികെയുള്ള ട്രാൻസ്ഫോമറിൽ എത്തുകയും വീണ്ടും ചെറിയ വോൾട്ടേജിലേക്ക് താഴ്ത്തുകയും ചെയ്യുന്നു. ഈ വൈദ്യുതിയാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഇതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇപ്പൊ മനസ്സിലായി. താങ്ക് യു ചേച്ചി. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ മെഷീനുകൾ ഏതൊക്കെയാണ് എന്ന് നിനക്കറിയുമോ? അറിയാം. മിക്സി, ഫാൻ, മോട്ടോർ എന്നിവ ഒക്കെയല്ലേ? അതെ, നീ പറഞ്ഞത് വളരെ ശരിയായിരിക്കുന്നു. നിനക്കിതിന്റെ പ്രവർത്തനങ്ങൾ അറിയാമോ? ഇല്ല, അറിയില്ല. ഇതിന്റെ പ്രവർത്തന തത്വത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കും. ഒരു കാന്തിക മണ്ഡലം കറങ്ങാൻ സാധിക്കുന്ന രീതിയിൽ വച്ചിരിക്കുന്ന ഒരു കോയിൽ, ചെറിയ വൈദ്യുതി എന്നിവ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മോട്ടോർ ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ആഹാ, ഈ കോയിൽ കറങ്ങുന്നുണ്ടല്ലോ. ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരു മോട്ടോർ കറങ്ങുന്നതിന്റെ തത്വം ഇതാണ്. Whenever a current carrying conductor placed inside the magnetic field, it will experience a force. ചേച്ചി, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്. വളരെ നല്ല കാര്യം. എങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.